അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ ശ്രോതാക്കളെ, ഇന്ന് നമ്മുടെ വിഷയം നമ്മുടെ ശരീരത്തെപ്പറ്റിയാണ്, മനുഷ്യ ശരീരത്തെപ്പറ്റിയാണ്. നമ്മുടെ ഈ ശരീരം സത്യത്തിൽ ഒരു മഹാത്ഭുതമാണ്. ഇതിനെ പഠിച്ചാലും റീസർച്ച് ചെയ്താലും തീരാത്ത ഒരു വിഷയമാണ് നമ്മുടെ ഈ ശരീരം. നമ്മുടെ ആയുസ് മുഴുവനും റിസർച്ച് ചെയ്താലും തീരാത്ത വിഷയമാണ് നമ്മുടെ ശരീരം. കാരണം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജാസിയയിലും ഫുസ്സിലത്തിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ശരീരം അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് എന്ന്. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് അള്ളാഹ്. അതിനെപ്പറ്റി ധാരാളം ചിന്തിക്കാനും പഠിക്കാനും റീസർച്ച് ചെയ്യാനും ഉള്ള ഒരു കാര്യം ആണ് എന്നാണ്. അത്രയും വലിയ ഒരു അത്ഭുതമാണ്. സൂറത്തുൽ ദാരിയാത്തിൽ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, അതിനെപ്പറ്റി പഠിക്കുന്നില്ലേ, റീസർച്ച് ചെയ്യുന്നില്ലേ എന്ന്. അതിൻ്റെ അർത്ഥം പഠിക്കണം, റീസർച്ച് ചെയ്യണം, അതിനെപ്പറ്റി ധാരാളം പഠിക്കണം എന്നാണ്. സൂറത്തുൽ ഇൻഫിതാറിൽ അല്ലാഹു പറയുന്നു, മനുഷ്യ ശരീരം അനേകം അനന്തമായ എണ്ണമറ്റ കാര്യങ്ങളെക്കൊണ്ട്, സാധനങ്ങളെക്കൊണ്ട് കൂട്ടിഘടിപ്പിച്ചതാണ് എന്ന്. ഇവിടെയാണ് നാം കൂടുതൽ ചിന്തിക്കേണ്ടത്. അള്ളാഹു പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്നും അതിനെ അനന്തമായ കാര്യങ്ങളെ കൊണ്ട് കൂട്ടിഘടിപ്പിച്ചതാണ് എന്നും അള്ളാഹു പറഞ്ഞു. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി? കുറഞ്ഞ പേരാണ് ചിന്തിക്കുന്നത്. പലരും അതിനെ ചിന്തിക്കാതെ തിരിഞ്ഞു കളയുന്നു. കാരണം നമ്മുടെ സ്വന്തം ശരീരമാണല്ലോ. അതിനെപ്പറ്റി പഠിച്ചാൽ, അതിനെപ്പറ്റി ചിന്തിച്ചാൽ അതിൻ്റെ മുറ പോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതല്ല എൻ്റെ വിഷയം. അതിൽ എന്തൊക്കെ ഉണ്ട് എന്ന് വളരെ ചെറിയ ഒരു ക്ലാസ്സാണ്. നമ്മുടെ ഈ രണ്ട് കണ്ണിൽ അല്ലാഹു തആല അത് നേരെ കാണാൻ വേണ്ടി 12 കോടി ലിറ്റിൽ റോഡ് എന്ന് പറയുന്ന സാധനം അതിൻ്റെ അകത്ത് അല്ലാഹു പ്ലാന്റ് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അതേപോലെ 70 ലക്ഷം കോൺ എന്ന് പറയുന്ന സാധനവും, പിന്നീട് ഈ കണ്ണിനെ നമ്മുടെ ബ്രെയിനിലേക്ക്, തലച്ചോറിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നെർവ് ഫൈബർ എന്ന് പറയുന്ന 30 ലക്ഷം സാധനങ്ങളെ കൊണ്ടാണ്. ഇത് ശാസ്ത്രജ്ഞന്മാർക്ക് ഇതുവരെ അവരുടെ ഗവേഷണത്തിലൂടെ കിട്ടിയതാണ്. ഒരു അതിവിദഗ്ധനായ രചയിതാവും അനേകം 280ഓളം ഗ്രന്ഥങ്ങളുടെ ഇംഗ്ലീഷിൽ രചയിതാവും ഒരു വലിയ റീസർച്ചറും ഗവേഷകനും കൂടിയായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ദ മിറക്കിൾ ഓഫ് ദ ഐ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കണ്ണിൻ്റെ അമാനുഷികത എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ അദ്ദേഹം പറയുന്നു, നമ്മുടെ കണ്ണ് നമുക്ക് നേരെ കാണണമെങ്കിൽ അതിൻ്റെ അകത്ത് 100 ബില്യൺ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. നമ്മുടെ ഈ 2 കണ്ണിലെ 100 ബില്യൺ, 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിക്കാ പറയുന്നത്, അതെല്ലാവർക്കും അറിയാം. എന്നാൽ മാത്രമേ നമ്മുടെ കണ്ണ് നേരെ കാണൂ. അതിൽ എന്തെങ്കിലും അതിൻ്റെ അകത്ത് കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ ആ കണ്ണിൻ്റെ കാഴ്ചക്ക് മങ്ങലും മാറ്റങ്ങളും ഉണ്ടാകും. ഇത് ഇത്രയും ചെറിയ കണ്ണിൻ്റെ അകത്ത് അള്ളാഹു എവിടെയാണ് പ്ലാന്റ് ചെയ്തത്? അതാണ് അള്ളാഹു പറഞ്ഞത്, എൻ്റെ ദൃഷ്ടാന്താണ്, നിങ്ങൾ അതിനെപ്പറ്റി പഠിക്കണം എന്ന്. രണ്ടാമത്, നമ്മുടെ ശരീരത്തിൻ്റെ ഞരമ്പുകൾ അനേകമാണ്. ഗവേഷകർ പറയുന്നു 7 ട്രില്യൺ. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടി.
7 ട്രില്യൺ. അതിന് മറ്റൊരു ഉദാഹരണം അവർ പറഞ്ഞത്, ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ധമനികളെ ഓരോന്നായി എടുത്ത് ജോയിന്റ് ചെയ്ത് നീള വെച്ചാൽ ഒരേ ഒരു മനുഷ്യൻ്റെ മുഴുവൻ ഈ ധമനികളും ഞരമ്പുകളും അതിൻ്റെ നീളം ഏകദേശം 1,00,000 മൈലായിരിക്കും എന്നാണ് അവർ പറയുന്നത്. അതായത് 96,000 മൈലാണ് എന്നാണ് പറഞ്ഞത്, ഏകദേശം 1,00,000. അപ്പോൾ പിന്നീട് അവർ പറയുന്നു, നമ്മുടെ ഇത്രയും വലിയ ഇത്രയും ഭാരമുള്ള ഭൂമിയെ ഈ ഒരു മനുഷ്യന്റെ ഞരമ്പുകളെ കൊണ്ട് 2-2.5 പ്രാവശ്യം കെട്ടാൻ പറ്റും, ചുറ്റാൻ പറ്റും എന്നാ പറഞ്ഞു. അപ്പൊ നമുക്ക് ധാരാളം ചിന്തിക്കാനുണ്ട്. നമ്മുടെ ഈ ഭൂമിന്റെ വെയിറ്റ് എത്രയാ, ഭാരം എത്രയാ? ഗവേഷകർ പറയുന്നു 6,000 മില്യൺ ട്രില്യൺ ടണ്ണാണ്. അത്രയും വലുതാണ്. അതിനെ 2-2.5 പ്രാവശ്യം നമുക്ക് ചുറ്റാൻ പറ്റും. എന്തൊരു അത്ഭുതമാണ്! നമ്മെപ്പറ്റി നാം പലരും ചിന്തിക്കുന്നില്ല. അത് ഖേദകരം തന്നെ എന്നും പറയാം. അതിനെപ്പറ്റി പഠിക്കുന്നില്ല. അത് പഠിക്കണം, ചിന്തിക്കണം. നമ്മുടെ ശരീരം വളരെ വലുതാണ്. അതിനെ നാം ചിന്തിച്ച് പഠിച്ച് അതിൻ്റെ മുറ പോലെ സൂക്ഷിക്കാൻ വേണ്ടി നാം തയ്യാറാകണം. കാരണം അത്രയും വാല്യുബിളാണ്, അത്രയും നമ്മുടെ ശരീരത്തിന് വിലയുണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അല്ലാഹു തആല ഒരു സിസ്റ്റമിനെ വെച്ചിട്ടുണ്ട്. നാം ഏവരും എപ്പോഴും കേൾക്കുന്ന രോഗപ്രതിരോധ ശക്തി, രോഗനിരോധക ശക്തി, ഇമ്മ്യൂൺ സിസ്റ്റം, നിസാമി മുദാഫ. എന്താണിത്? നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിലും അല്ലാഹു തആല 1 ട്രില്യൺ ആർമികളെ, ഭടന്മാരെ, മിലിറ്ററികളെ അല്ലാഹു വെച്ചിട്ടുണ്ട്. എന്തിനാ ഇത്? പുറം ലോകത്തു നിന്ന് വരുന്ന വൈറസുകളെ, ജേംസുകളെ, ബാക്ടീരിയകളെ, ഫംഗസുകളെ തടുക്കാൻ വേണ്ടി. എന്നിട്ട് ഈ രോഗവാഹിനികളായ കൊതുകുകൾ, ഈച്ചകളെ പോലെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്ന ആ ജേംസുകൾ, അതിനെ അവരോട് പോരാടി അവരെ തോൽപ്പിക്കാൻ വേണ്ടി, അത് അകത്ത് കടക്കാതിരിക്കാൻ വേണ്ടി. അവരുടെ ശരീരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മിലിറ്ററികളുടെ കൈവശം ഉള്ള ആയുധങ്ങളെപ്പോലെ ഈ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഈ ആർമികളുടെ കയ്യിൽ അങ്ങനെയുള്ള 10 കോടി ട്രില്യൺ ആയുധങ്ങളുണ്ട് എന്നാ ഗവേഷകർ പറയുന്നത്. അതായത് 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1,00,000 കോടി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള 10 കോടി ട്രില്യൺ ആയുധങ്ങൾ. ഇതിനാർക്ക് എണ്ണാൻ പറ്റും? ആർക്കെങ്കിലും എണ്ണിക്കണക്കാക്കാൻ പറ്റുമോ? കഴിയില്ല. അങ്ങനെ നമ്മുടെ ഈ ശരീരത്തിൻ്റെ അകത്ത് അല്ലാഹു തആല ഒരുപാട് സെൽസുകളെ വെച്ചിട്ടുണ്ട്. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 100 ട്രില്യണിലേറെ സെൽസുകളുണ്ട് എന്നാണ്. അതിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. 370-ലധികം ട്രില്യൺ സെൽസുകളുണ്ട് എന്ന് പറഞ്ഞ ഗവേഷകരും ഉണ്ട്. ചുരുക്കത്തിൽ അനേകമുണ്ട്. ഓരോ സെൽസുകളെയും നമ്മുടെ ഈ ആർമിയായ ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ ശക്തി ദൈനംദിനം 8 തവണ പോയി ചെക്ക് ചെയ്യും. അതിന് ഈ സെൽസുകൾക്ക് വല്ല കേടുപാടുകൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനത് പോയി റിപ്പയർ ചെയ്യും. പക്ഷേ ഈ രോഗപ്രതിരോധ ശക്തി എന്ന് പറയുന്ന ആർമി, ഈ ഭടന്മാർ നമ്മുടെ ശരീരത്തിൽ ശക്തി ആർജിക്കണം.
അത് നമ്മുടെ ഫുഡിലൂടെയും മറ്റുമാണ് ശക്തി ആർജിക്കുന്നത്. അത് നാം അതിനെപ്പറ്റി പഠിച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ഈ ഓരോ സെല്ലുകളുടെ അകത്ത് അല്ലാഹു തആല 10 ലക്ഷം, ഈ ഭൂമിയുടെ 10 ലക്ഷം പേജ് എന്ന് പറഞ്ഞാൽ നാം കാണുന്ന 10 ലക്ഷം പേജ് വരുന്നത്ര ഓരോ സെല്ലുകളിലും അല്ലാഹു തആല എഴുതി വെച്ചിട്ടുണ്ട് നമ്മെപ്പറ്റി. എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ നോക്കുമ്പോഴേക്ക് ഈ ഭൂലോകത്ത്, ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ലൈബ്രറി നാം ആയിരിക്കും, നാം ഓരോരുത്തരുമായിരിക്കും. അത്രയും വലിയ ഒരു ലൈബ്രറിയെയും മേന്തിക്കൊണ്ടാണ് നാം നടക്കുന്നത്. എന്താണ് അതിന് എത്ര വായിച്ചാൽ ഈ ഓരോ സെല്ലിലും എഴുതിയ 10 ലക്ഷം പേജുകളിൽ നിന്ന് ഒരു 3% മാത്രമേ ശാസ്ത്രജ്ഞർക്ക് വായിക്കാൻ പറ്റിയിട്ടുള്ളൂ. 97% മിസ്റ്ററിയായി നിഗൂഢമായി കിടക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 3% വായിച്ചപ്പോൾ തന്നെ ശാസ്ത്രജ്ഞന്മാർ ആകെ അമ്പരന്ന് പോയി എന്നാ പറയുന്നത്. അപ്പം അത്രയും വലിയ ശരീരമാണ്. ഈ ശരീരത്തെപ്പറ്റി നാം നേരെ മനസ്സിലാക്കണം. അല്ലാഹു തആല 14 സെഞ്ചുറിക്ക് മുമ്പ് തന്നെ നമ്മോട് അതിനെപ്പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഈ പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ പഠനത്തെ, വിജ്ഞാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അല്ലാഹു തആല നമുക്ക് പരിശുദ്ധ ഖുർആനെ നന്നായി പഠിക്കുവാനും ഒരുപാട് വിജ്ഞാനങ്ങൾ കരഗതമാക്കുവാനും ഇവിടെ നന്മ ചെയ്യുവാനും തൗഫീക്ക് നൽകട്ടെ. ഈ ഭൂമിയിലുള്ള എല്ലാ ജനങ്ങൾക്കും ശാന്തി ലഭിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.